അല്ല, ആ മണ്ഡലം ഞാനിവിടെയല്ലേ, ആ മണ്ഡലത്തിലുള്ള ഞങ്ങളുടെ എൻ്റെ അതിൻ്റെ കേരള കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ CPM കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് കൊടുത്തതിൻ്റെ പരാതിയുടെ ഈ കോപ്പി അവിടുത്തെ റിസീപ്റ്റ് നമ്പർ തന്നെ. അതാ ഞാൻ മുമ്പേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവസാനം ഞാനൊരു വാക്ക് പറഞ്ഞത്, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ അവസാനം ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ആളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ LDF മാപ്പ് പറയുന്നത് അതല്ല. അപ്പം അവർ തന്നെ, പോലീസും പറഞ്ഞു, അവിടുത്തെ വൈദികരും പറഞ്ഞു, അവർ കണ്ടു കൊണ്ടിടുന്നല്ല ഈ കാറെ അത് നശിപ്പിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. പോലീസിന് എനിക്ക് കിട്ടിയ വിവരം. അത് ഞാൻ പറഞ്ഞു, അതൊക്കെ പൊളിറ്റിക്കലൈസ് ചെയ്യാതെ, ഇതൊക്കെ ഒരു വളരെ മോശമാണ് നമ്മുടെ സംസ്ഥാനത്ത്. എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധർ പോയി ഒരു സാരം ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൈസ് ചെയ്യുന്നു, വളരെ മോശം. ആരാണിത്? ഏത് ഒരു വ്യക്തി മരണമടഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമാണ്. അതിനകത്ത് പൊളിറ്റിക്കലൈസ് ചെയ്ത് പൊളിറ്റിക്കയിലുണ്ടോ എന്ന് നോക്കരുത്. തീർച്ചയായിട്ടും ഞാനത് ആരാണെങ്കിലും കർശനമായ നടപടി എടുക്കും. പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഇരിക്കുമല്ലോ. ജോസ് കെ മാണിക്ക് സാക്ഷാൽ കെ മാണിക്കിട്ടേക്കാൾ വലിയ അംഗീകാരമാണ് കേരളത്തിൽ കിട്ടിയുള്ളൂ. സുരേഷ് പറഞ്ഞ കാര്യം അത് പറഞ്ഞോട്ടെ, പലതൊക്കെ പറയുമല്ലോ. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ പാർട്ടിയുടെ ഒരു നേതാവായി പോകുമ്പോഴും അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അടഞ്ഞിട്ടില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. അവർ തുറന്നു അടഞ്ഞതാണെങ്കിൽ അവർ മിണ്ടാതിരിക്കും, അടഞ്ഞില്ലാത്തത് കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്.